നമസ്കാരം, എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 3-4 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഏകദേശം ഒരു 2017-18 സമയത്ത് ഞാൻ MTech പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇനീഷ്യലി വളരെ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം വെച്ചിട്ട് വളരെ ചെറിയ എമൗണ്ട് SIP ആയിട്ടാണ് ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് കുറച്ചും കൂടി ഇൻകം വന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് പുതിയ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 റീസൺസ് കൊണ്ടാണ്, 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഏകദേശം 2018-19 സമയം മുതൽ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ഏതാണ്, ആ ഒരു ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ, ആ ഫണ്ടിൻ്റെ ബെനിഫിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു റീസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് പല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, നമുക്ക് അത്തരത്തിൽ പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന പല മെത്തേഡുകളുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ പലതുണ്ട്. അപ്പോൾ ആ ഒരു രീതി നമുക്ക് എങ്ങനെയൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ലൈവ് കേസ് സ്റ്റഡി കൂടി നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഏകദേശം 2-3 വർഷമായിട്ട് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. കാരണം നമ്മളിത് വെറുതെ യൂട്യൂബിൽ വന്ന് പറയുന്നതാണോ, ഇത് ഇവർ ചെയ്തിട്ട് തന്നെ പറയുന്നതാണോ ഒക്കെ ചിന്തിച്ച് നിൽക്കുന്ന അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളും ചെയ്തിട്ട് തന്നെയാണ് ഇത് നിങ്ങളോട് വന്ന് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു 3 റീസൺസ് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കംപ്ലീറ്റ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫണ്ടുകളെ പറ്റിയിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഫണ്ടുകളിൽ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ, നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് തിരിച്ചറിയുക. അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഫണ്ടുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക, നിങ്ങൾ തന്നെ പ്രോപ്പറായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ തന്നെ ഫണ്ട് തിരഞ്ഞെടുക്കുക. അല്ലാതെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഫണ്ടുകളെ പറ്റി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ അത് വളരെ മികച്ച ഫണ്ടുകളാണെന്നൊന്നും തെറ്റിദ്ധരിച്ചിട്ട് ആരും പോയിട്ട് ആ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോ ഫണ്ടുകളും തിരഞ്ഞെടുക്കുക, അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള എൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോനെ പറ്റിയിട്ടാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നോക്കുന്ന സമയത്ത് ഞാൻ ഏതൊക്കെ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഫണ്ട് തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ഒരു ബേസിക് റീസൺ എന്താണ്, അതുപോലെ തന്നെ ആ ഒരു ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഞാൻ ഇവിടെ കാണിക്കുന്ന ഫണ്ടുകളെല്ലാം ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ്. ഇത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്പായിട്ടോ പോയി കൺസിഡർ ചെയ്ത് ഇതിൽ കാണിച്ച ഫണ്ടുകളിൽ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. മേ ബി ഞാൻ ഈ ഒരു ഫണ്ട് ഞാൻ വിചാരിച്ച പോലെ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി ഈ ഒരു ഫണ്ടുകൾ സ്വിച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഫണ്ടുകൾ മാത്രം സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അല്ലാതെ ഒരിക്കലും ഞാൻ ഇവിടെ കാണിക്കുന്ന ഫണ്ടുകളിൽ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം മനസ്സിൽ വെക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ ഓരോ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എമർജൻസി ഫണ്ടിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം നമുക്ക് ഒരു ജോലി കിട്ടി, അതായത് നമുക്കൊരു ഇൻകം വരുന്ന സമയത്ത്, പൊതുവേ ഒരുവിധ ആളുകൾക്കൊക്കെ ഒരു ജോലിക്ക് കയറുന്ന സമയത്തായിരിക്കും ഒരു ഇൻകം വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഇൻകം വന്ന് തുടങ്ങുന്ന സമയത്താണ് എല്ലാവരും എന്തെങ്കിലും ഒരു തരത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഒരു ഭാവിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ടാവും, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കുകൾ, നല്ല റിട്ടേൺ തരുന്ന സ്റ്റോക്കുകൾ ഉണ്ടാവാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നല്ല ഇൻകം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻകം വരുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അത് മ്യൂച്വൽ ഫണ്ടായാലും സ്റ്റോക്കായാലും ബാക്കി എന്ത് ഓപ്ഷൻസിലായാലും അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും തന്നെ, നമ്മളെല്ലാവരും തന്നെ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒന്നാണ് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്.
എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു 1-2 വർഷത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു കൊറോണ എന്ന് പറഞ്ഞ ഒരു പാൻഡമിക്, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൊറോണ എന്ന് പറയുന്ന സിറ്റുവേഷൻ, അങ്ങനെ ഒരു അസുഖം വന്ന സമയത്ത് നമുക്കറിയാം കുറേയധികം ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ. പല ആൾക്കാരും 6 മാസം 1 കൊല്ലത്തോളം ഒരു ജോലി പോലും കിട്ടാതെ, ഉള്ള ജോലി പോലും പോയിട്ട് വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷൻ പോലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നാളെ ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഇതുപോലെ വേറൊരു സിറ്റുവേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്ന്, നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഫാമിലിയായിട്ട് ഒരാൾ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി അവർക്കൊരു റെൻ്റ് ഉണ്ടാവാം, അവർക്ക് വീട്ടിലത്തെ സാധനങ്ങൾ വാങ്ങുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടാവാം, ഇനി കുട്ടികളൊക്കെ ഉള്ളതാണ് അവരുടെ എക്സ്പെൻസ്, അവരുടെ പഠിത്തത്തിന് വേണ്ട എക്സ്പെൻസ് ഉണ്ടാവാം. അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്നൊരു ബേസിക് എക്സ്പെൻസ് ഉണ്ടാവും. അപ്പം അത്തരം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന്, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇഷ്യൂ വന്ന് ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഇൻകം വരുന്ന സമയത്ത് നിങ്ങൾ ബാക്കി ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ബിൽഡ് ചെയ്യേണ്ട ഒന്നാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിക്വിഡ് ഫണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ഫണ്ട് ആയതാണ് ആദ്യം തന്നെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർളയുടെ ലിക്വിഡ് ഫണ്ടിലാണ് ഞാൻ എൻ്റെ ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 lakh റുപ്പീസാണ് ഞാൻ ഈ ഒരു ആദിത്യ ബിർളയുടെ ഈ ഒരു ലിക്വിഡ് ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ഫണ്ട്സ് തന്നെ സെലക്ട് ചെയ്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡ് ഫണ്ട്സ്, ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫണ്ട്സ് എടുത്ത് അതിൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഷോർട്ട് ടേം മെച്യൂരിറ്റി വരുന്ന ബോണ്ടുകളും ട്രഷറി ബിൽസൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഫണ്ടുകൾ, ഇത്തരം ലിക്വിഡ് ഫണ്ട്സിൻ്റെ റിസ്ക് ഫാക്ടർ, ഇൻവോൾവ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവ്. എന്നാൽ നമുക്ക് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 4 to 5% റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേ സമയത്ത് നമ്മൾ ഈ എമർജൻസി ഫണ്ടിന് വേണ്ട എമൗണ്ട് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ സ്റ്റോക്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എപ്പോഴെങ്കിലും ഒരു സമയത്ത് മാർക്കറ്റിൽ നല്ലൊരു ക്രാഷ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എമർജൻസി ഫണ്ടിൻ്റെ വാല്യൂവിനെ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമ്മൾ ആ ഒരു ഫണ്ടിൻ്റെ വാല്യൂ നല്ല രീതിയിൽ താഴത്തോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹൈ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യരുത്. ലിക്വിഡ് ഫണ്ടുകൾ പോലുള്ള വളരെയധികം സേഫ് ആയിട്ടുള്ള ഫണ്ടുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഫണ്ട് എമർജൻസി ഫണ്ടിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപ ഒരു ലിക്വിഡ് ഫണ്ടിൽ അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ ആ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു മാസം വരുന്ന ഒരു എക്സ്പെൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതായത് നിങ്ങളുടെ റെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ, നിങ്ങൾക്ക് ഒരു മാസം വരുന്ന ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മേ ബി അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു അഡീഷണൽ, അതായത് ഒരു 50,000 ആണ് നിങ്ങൾക്കൊരു ടോട്ടൽ വരുന്നൊരു എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 20% ബഫർ വെച്ചിട്ട് മേ ബി നിങ്ങൾക്ക് ഒരു 60,000 നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ആ ഒരു എമൗണ്ട്, അതായത് ഒരു മാസം വരുന്ന എക്സ്പെൻസ് നിങ്ങൾക്ക് 50,000 60,000 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിന്, അതായത് ഒരു 6 മാസത്തേക്കെങ്കിലും ഉള്ള ഒരു ഫണ്ട്, അതായത് 6 മാസത്തേക്കുള്ള എക്സ്പെൻസസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മളൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ, അതായത് ഒരു മാസം നമുക്ക് വരുന്ന പലതരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ബഫറും വെച്ചിട്ട് ഞാൻ ഒരു 50,000 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ടാണ് ഒരു മാസത്തെ എൻ്റെ എക്സ്പെൻസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെൻസിൻ്റെ അതായത് 50,000 into 6 ഏകദേശം, അതുകൊണ്ടാണ് ഞാൻ ഒരു 3 ലക്ഷം രൂപയോളം 3,10,000 രൂപയോളം ഞാൻ ഈ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒരു 6 മന്തെങ്കിലും മിനിമം ചെയ്യാൻ പറ്റും. പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 1 ഇയറിൻ്റെ ഫണ്ടെങ്കിലും നിങ്ങൾക്ക് ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 6 മന്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50,000 വെച്ചിട്ട്, അത് നിങ്ങളുടെ എക്സ്പെൻസ് അനുസരിച്ച് മേ ബി ചിലപ്പോൾ 1 ലക്ഷം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരാം ഒരു മാസത്തേക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് 20,000 രൂപ മതിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് തീരുമാനിക്കാം. അതിനെ ഒരു 6 മന്തോ അല്ലെങ്കിൽ ഒരു 1 ഇയർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഒരു ലിക്വിഡ് ഫണ്ടിൽ എമർജൻസി ഫണ്ടായിട്ട് ഇടുക. അപ്പോൾ എമർജൻസി ഫണ്ടിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ആവശ്യം വരുന്ന സമയത്ത് പോയിട്ട് ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാതിരിക്കുക.
ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഒരു വേസ്റ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് മാത്രം പോയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ലിക്വിഡ് ഫണ്ടിൽ ഇട്ടിട്ടില്ല. അല്ലാതെ നിങ്ങൾക്ക് പോയിട്ട് പെട്ടെന്ന് ഒരു ഫോൺ വാങ്ങണം അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഫണ്ട് വിഡ്രോ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു രക്ഷയില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രം ഈ ഒരു ഫണ്ട് ആക്സസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു എമർജൻസി ഫണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ വേറെ ലോക്കിൻ പീരീഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എല്ലാ ലിക്വിഡ് ഫണ്ട്സിലും അങ്ങനെ തന്നെയാണ്, ലോക്കിൻ പീരീഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 2 to 3% ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. എന്നാൽ ലിക്വിഡ് ഫണ്ട്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പീരീഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 to 5% ഒക്കെ റിട്ടേൺ നമുക്ക് ലിക്വിഡ് ഫണ്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു എമർജൻസി ഫണ്ട് സൂക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിലാണ് നമ്മൾ ഫണ്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഒരു ലിക്വിഡ് ഫണ്ടിൽ ഈ പറഞ്ഞ പോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ലിക്വിഡ് ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ലിക്വിഡ് ഫണ്ട്സിൻ്റെ ഒരു യൂസ് കേസാണ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ആണ് ലിക്വിഡ് ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്നാൽ ലിക്വിഡ് ഫണ്ട്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ലിക്വിഡ് ഫണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട്, അതായത് ഈ ഒരു ആദിത്യ ബിർളയുടെ ഈ ഒരു ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എൻ്റെ എമർജൻസി ഫണ്ടിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇതിൽ വേറെ ഒരു കാര്യങ്ങളും ഈ ഒരു ഫണ്ടിൽ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ എമർജൻസി ഫണ്ട് ചെയ്തത് ആദിത്യ ബിർളയാണ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ ക്ലിയർ ആയി വിചാരിക്കും. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി ആദിത്യ ബിർളയുടെ അല്ലാതെ അല്ലെങ്കിൽ ആദിത്യ ബിർള കൂടാതെ ഞാൻ 2 മ്യൂച്വൽ ഫണ്ട്, 2 ലിക്വിഡ് ഫണ്ട്സിൽ കൂടി ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. 2 ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഫണ്ടുകളും ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിപ്പൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിപ്പൺ ഇന്ത്യയുടെ ലിക്വിഡ് ഫണ്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 2 ലക്ഷം രൂപയാണ് ഈ ഒരു ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തിനാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഫണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഫണ്ടിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ നമ്മൾ ലിക്വിഡ് ഫണ്ടിൻ്റെ ഒരു യൂസ് കേസ് പഠിച്ചു, നമുക്കൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഈ ഒരു ഫണ്ടിൻ്റെ യൂസ് കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്നൊരു ബൾക്കായിട്ടൊരു എമൗണ്ട് വന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാൾ ഒരു പേയ്മെൻറ്റ് തന്നു, ഒരു 5 ലക്ഷം രൂപയുടെ ഒരു പേയ്മെൻറ്റ് തന്നു. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു കുറച്ച് നാളത്തേക്ക് ആ ഒരു ഫണ്ട് ആവശ്യമില്ല. മേ ബി ഒരു 2 മന്തിലേക്ക് നിങ്ങൾക്ക് അത് ആവശ്യമില്ല. ആ ഒരു 2 മാസത്തിന് ശേഷമായിരിക്കും മേ ബി നിങ്ങൾക്ക് പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മറ്റോ ആയിട്ട്, അതായത് ഇപ്പം മാർക്കറ്റ് നല്ല കയറി നിൽക്കുകയാണ്, ഒരു ചെറിയൊരു കറക്ഷൻ വന്നതിന് ശേഷമാണ് നിങ്ങളിനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഫണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു 1-2 മാസത്തിൻ്റെ സമയം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ലൈഫിൽ വരുന്ന സമയത്ത് നമുക്കൊരു ടെമ്പററി ഫണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി, ടെമ്പററി ആയിട്ട് ഫണ്ട് എവിടെയെങ്കിലും നമുക്ക് ഒരു ബെറ്റർ റിട്ടേൺ കിട്ടുന്ന ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പൈസ കൊണ്ടുപോയിട്ട് വല്ല FD-യിലേക്ക്, ഒരു മാസത്തേക്ക് കൊണ്ടുപോയിട്ട് FD-യിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പെട്ടെന്ന് ഏർലി വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും. അതൊരു FD-യുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി സേവിങ്സ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് 2 to 3% ഒക്കെയാണ് ഇയർലി കിട്ടുന്ന ഒരു റിട്ടേൺ. അപ്പോൾ ഇനി മ്യൂച്വൽ ഫണ്ട്, ഈ ഒരു ലിക്വിഡ് ഫണ്ട് കേസിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് നമുക്കൊരു 4 to 5% ഒക്കെ നമുക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇയർലി. അതുപോലെ തന്നെ നമുക്കിതിൽ എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം, വേറെ എക്സിറ്റിലോടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എൻ്റെ പേഴ്സണൽ കേസിൽ എൻ്റെ കയ്യിൽ പെട്ടെന്നൊരു ഫണ്ട് വന്ന സമയത്ത് ഞാനൊരു ടെമ്പററി ആയിട്ട് ഈ ഒരു ഫണ്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിലായിട്ട് ഞാൻ ഈ ഒരു ഫണ്ട് വേറെ ചെറിയ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വിഡ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ടെമ്പററി, അതായത് ഈ ഒരു ലിക്വിഡ് ഫണ്ടിൻ്റെ ഒരു യൂസ് കേസാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് ഒരു ടെമ്പററി, നമുക്കൊരു കയ്യിൽ പെട്ടെന്നൊരു പൈസ വന്നു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ലിക്വിഡ് ഫണ്ട്സ് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഫണ്ട്, ഈ ഒരു നിപ്പൺ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നിപ്പൺ ഇന്ത്യ ഒരു ATM കാർഡ് കൂടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ, അതായത് HDFC ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ട് ഈ ഒരു ATM കാർഡ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ ലിക്വിഡ് ഫണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ATM ത്രൂ വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ ഷോപ്പിംഗ് നടത്താനോ ഒക്കെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ലിക്വിഡ് ഫണ്ട്, അതായത് നമുക്കൊരു നോർമൽ ഒരു സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ഒരു ഫണ്ടിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഇത് എല്ലാ ഫണ്ടുകൾക്കും അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചർ അല്ല. ഈ ഒരു ഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണ്.
ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ നമ്മൾ മറ്റേ ഫണ്ടിൽ നമ്മൾ എമർജൻസി ഫണ്ടിന് വേണ്ടി ഞാൻ ഒരു 3 lakh ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ ഓൾമോസ്റ്റ് ഒരു 5 lakh rupees നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് ലിക്വിഡ് ഫണ്ടിൻ്റെ 2 യൂസ് കേസ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡ് ഫണ്ടിൻ്റെ മൂന്നാമത്തെ ഒരു യൂസ് കേസാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഫണ്ടാണ് ആക്സിസിൻ്റെ മ്യൂച്വൽ ഫണ്ട്. ഞാൻ പേഴ്സണലി 3 ലിക്വിഡ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ ഒരു ഫണ്ടാണ് ആക്സിസിൻ്റെ ലിക്വിഡ് ഫണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് 1,60,000. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6,60,70,000 അടുത്തുള്ള ഒരു എമൗണ്ട് നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ആദ്യത്തെ കേസിൽ എമർജൻസി ഫണ്ട്, രണ്ടാമത്തെ കേസിൽ ഒരു ടെമ്പററി ഫണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി, ടെമ്പററി ആയിട്ട് ഫണ്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ലംസം എമൗണ്ട് ഞാനിവിടെ ലിക്വിഡ് ഫണ്ടിൽ ഹോൾഡ് ചെയ്തു. ഓക്കെ, ഒരു ലംസം എമൗണ്ട് ഞാൻ ലിക്വിഡ് ഫണ്ടിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് നമുക്ക് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, അതായത് STP എന്ന് പറയുന്ന പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ മാസവും നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ വെച്ച് നമ്മൾ SIP പർച്ചേസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഈ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് എല്ലാ മാസവും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ എത്രയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ആ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് മറ്റ് ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, എൻ്റെ ഈ ഒരു കേസിൽ ഞാൻ ഈ ഒരു ഫണ്ടിനെ പറ്റിയൊക്കെ പറയാം. ആക്സിസ് ലിക്വിഡ് ഫണ്ട് ടു ആക്സിസ് മിഡ് ക്യാപ് ഫണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലിക്വിഡ് ഫണ്ടിൻ്റെ മറ്റൊരു യൂസ് കേസാണ്. അതായത് നമ്മൾ ടെമ്പററി ആയിട്ട് ലിക്വിഡ് ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എല്ലാ മാസവും നമ്മളൊരു SIP പ്ലാൻ പോലെ ഇവിടെ എല്ലാ മാസവും ഈ ഫണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് ആ ഏത് ഫണ്ടിലേക്ക്, ഇപ്പോൾ ഞാൻ ഇവിടെ ആക്സിസ് മിഡ് ക്യാപ്പിലേക്ക് ചെയ്യുന്നുണ്ട്, ആക്സിസ് സ്മോൾ ക്യാപ്പിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴി നമുക്ക് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഫണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ലംസമായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ 1.5 ലക്ഷം രൂപ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ റിസ്ക് കൂടുതലാണ് ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ റിട്ടേൺ നമുക്ക് കിട്ടും. അതിനുശേഷം ഇവിടുന്ന് എല്ലാ മാസവും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വേറൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഈ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇതുവരെ ടോട്ടലായിട്ട് ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1,60,70,000 അടുത്തുള്ള ഒരു എമൗണ്ട്, നമ്മൾ ടോട്ടൽ ഏകദേശം 6,60,70,000 അടുത്തുള്ള ഒരു എമൗണ്ടാണ് ഇപ്പോൾ ഡെപ്റ്റ് ഫണ്ടുകളിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വിറ്റി ഫണ്ടുകളാണ്. എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഇക്വിറ്റി റിലേറ്റഡ് ഫണ്ടുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുന്നത് ലോവർ റിസ്ക്, അതായത് ഏറ്റവും ലോ റിസ്ക് മുതൽ ലോ റിസ്കിൽ നിന്ന് തുടങ്ങി ഹൈ റിസ്കിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളതിന് ഫണ്ടുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഫണ്ട്സിനെ പറ്റി നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വിറ്റി ഫണ്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡ് ഫണ്ട്സിൻ്റെ കേസിൽ ലിക്വിഡ് ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ പറ്റുക നല്ല ഹൈ ക്വാളിറ്റി ബോണ്ടുകളും ട്രഷറി ബിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫണ്ടുകളുടെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെയധികം ലോവർ സൈഡ്, ഏറ്റവും കുറവ് റിസ്ക് വരുന്ന ഫണ്ടുകളാണ് ലിക്വിഡ് ഫണ്ട്സ്. ഇനി ഇക്വിറ്റി ഫണ്ട്സിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഇക്വിറ്റി, അതായത് കമ്പനികളുടെ സ്റ്റോക്കിലാണ്, കമ്പനികളുടെ ഷെയർസിലാണ് ഇത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ കമ്പനികളുടെ ഷെയർസിൽ അല്ലെങ്കിൽ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫോളുകളും അല്ലെങ്കിൽ അതിൻ്റെ റാലികളൊക്കെ ഇത്തരത്തിൽ ഫണ്ടുകളുടെ റിട്ടേൺ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇക്വിറ്റി ഫണ്ട്സിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു ഫണ്ടാണ്, അതായത് ഇക്വിറ്റി ഫണ്ട്സിൻ്റെ കേസിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു ഫണ്ടാണ് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട്. ഞാൻ ഈ ഒരു ഫണ്ടിൽ 1.33 lakh ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് 1.8 lakh ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് നമുക്ക് ലോവർ റിസ്ക് ആണ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഈ പേരിലുള്ളത് പോലെ തന്നെ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക ഈ ഫണ്ടിൻ്റെ 98% ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കമ്പനികളാണ് നമ്മൾ ഈ ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൾറെഡി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന സ്റ്റോക്കിലേക്കാണ് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് IT നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ TCS, ഇൻഫോസിസ്. അപ്പോൾ അത്തരത്തിൽ ഓരോ സെക്ടറിലും ഏറ്റവും ടോപ്പിൽ വരുന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളെയാണ്
അത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് നമ്മൾ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കമ്പനികൾക്ക് റിസ്ക് മാർക്കറ്റ് ഫോളോ ആയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു റിസ്ക് അല്ലെങ്കിൽ അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് കയറി വരുന്ന തരത്തിലുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഫണ്ടുകൾ കുറച്ചും കൂടി ഒരു സേഫർ സൈഡാണ്. അപ്പോൾ ഇത്തരം ഫണ്ടുകൾ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ വളരെ വലിയൊരു റിട്ടേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി നമുക്കൊരു 10 to 13% അല്ലെങ്കിൽ ഒരു 13-14 മാക്സിമം ഒരു 15% നമുക്ക് ഇത്തരം ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആക്സിസിൻ്റെ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുള്ളൊരു ഫണ്ടാണ്. എൻ്റെ പോർട്ട്ഫോളിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കൂടുതലും ആക്സിസിൻ്റെ ഫണ്ടുകളാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഫണ്ട് മാനേജ് ചെയ്ത് ഇത്രയും കാലത്ത് അവരുടെ പെർഫോമൻസ് പല ഫണ്ടുകളുടെയും പെർഫോമൻസ് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഒരുവിധം ഫണ്ടുകളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി ആക്സിസിൻ്റെ ഫണ്ടുകൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇനി ബാക്കി വരുന്ന ഫണ്ടുകൾ കാണുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫണ്ടിൽ ഞാൻ SIP ആയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. SIP ആയിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ SIP ആയിട്ടും പിന്നെ ഇനീഷ്യലി തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് 8,000 മാത്രം ഞാൻ ചില സമയത്ത് ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ പർച്ചേസ് നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ലംസമായിട്ട് 8,000 റുപ്പീസും SIP ആയിട്ട് ഞാൻ 1,24,000 ആണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ SIP ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒരു മാസം തന്നെ 2 തവണ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. ഇപ്പം നവംബറിൽ തന്നെ നോക്കുകയാണെങ്കിൽ 3,000 രൂപയുടെ ഒരു SIP ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2,000 രൂപയുടെ SIP ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഞാൻ 5,000 രൂപയുടെ SIP ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു SIP മാത്രമേ ഉണ്ടായുള്ളൂ. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു അഡീഷണൽ SIP ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഫണ്ടിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മേ ബി നിങ്ങളൊരു ജോലിയൊക്കെ കിട്ടിയ സമയത്തായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു 1,000 രൂപക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നതാണ് നമുക്ക് ഈ SIPയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ചില കേസുകളിൽ പോസിബിൾ അല്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അഡീഷണൽ SIP കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ കേസിൽ തന്നെ നോക്കുക. ഇപ്പോൾ നവംബറിൽ 18 ഞാൻ ഒരു SIP 2,000 രൂപയുടെ ചെയ്തു. അതിനുശേഷം 25 ഒരു 3,000 രൂപയുടെ SIP ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻകം വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ SIP കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിം ഫണ്ടിൽ നമുക്ക് അഡീഷണൽ SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ എമൗണ്ട് ലംസമായിട്ടും അത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വീണ്ടും പുതിയൊരു SIP ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലംസമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ടുകളിൽ ഏറ്റവും ലോവർ റിസ്ക് സൈഡിൽ വരുന്ന ഒരു ഫണ്ട്. അപ്പോൾ വലിയ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്ന വലിയ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്ലൂ ചിപ്പ് ഫണ്ടുകൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇനി ബ്ലൂ ചിപ്പ് ഫണ്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് എൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് അല്ലെങ്കിൽ ഒരു ഫണ്ടാണ് ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് എന്തിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ELS ഫണ്ടാണ്. ഓക്കെ, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമാണ്. അതായത് നമുക്ക് ടാക്സ് സേവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ്. ഓക്കെ, അതായത് നമുക്കറിയാം നമുക്ക് ഇൻകം ടാക്സിൻ്റെ ആക്റ്റിൽ നമുക്ക് 80C പ്രകാരം നമുക്ക് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് ഇതുപോലത്തെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്തരം മ്യൂച്വൽ ഫണ്ട് ELS ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയൊക്കെ അതായത് ഇൻഷുറൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയൊക്കെ നമുക്ക് ഇത്തരം 80Cയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ടാക്സ് സേവിങ് പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫണ്ടാണ്. ഓൾമോസ്റ്റ് നേരത്തെ ആ ഒരു ബ്ലൂ ചിപ്പ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു ഫണ്ടാണ്. ഓൾമോസ്റ്റ് 2 years ആയി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു ഫണ്ടാണ് ഈ ഒരു ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടും ഓൾമോസ്റ്റ് മറ്റൊരു ഫണ്ടുമായിട്ട് സിമിലർ ആണ്. കാരണം ആക്സിസ് ബ്ലൂ ചിപ്പിൻ്റെ ഇതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളൊരു ഫണ്ടാണ്. ടാക്സ് സേവിങ്ങിൽ തന്നെ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് തന്നിട്ടുള്ള ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളൊരു ഫണ്ടാണ് ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സേഫർ സൈഡിൽ വരുന്നൊരു ഫണ്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 84% ലാർജ് ക്യാപ്പിൽ തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ ബ്ലൂ ചിപ്പിൻ്റെ കേസിൽ 98% ലാർജ് ക്യാപ്പിലാണ്. ഇവിടെ 84% ലാർജ് ക്യാപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൽ 12% ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ വരുന്നത്.
ഏറ്റവും കുറവ് 3% ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് സ്മോൾ ക്യാപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് നോക്കുകയാണെങ്കിലും മറ്റേ ആക്സിസ് ബ്ലൂ ചിപ്പിൻ്റെ ഫണ്ട് കുറച്ച് റിസ്ക് കൂടുതലാണ്. ബട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എന്നാലും നമുക്ക് 84% വരെ നമുക്കിതിൽ ലാർജ് ക്യാപ്പിൻ്റെ എക്സ്പോഷറാണ് ഈ ഒരു ഫണ്ടിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു സേഫ്റ്റി, കാരണം നേരത്തെ പറഞ്ഞ ലാർജ് ക്യാപ്പ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സേഫാണ്. അപ്പോൾ റിട്ടേൺ നമുക്ക് ഒരു ഡീസൻറ്റ് റിട്ടേൺ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ചെറിയൊരു എക്സ്പോഷർ ഇതിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ മറ്റേ ബ്ലൂ ചിപ്പ് ഫണ്ടിനെക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത് ടാക്സ് സേവറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആണ് ഞാൻ ഇത് കൺസിഡർ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടുകളിൽ ഈ ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് 3 ഇയറിൻ്റെ ലോക്കിൻ പീരീഡ് ഉണ്ട്. ELS ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് 3 വർഷത്തെ ലോക്കിൻ പീരീഡ്, അതായത് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ലോക്കിൻ പീരീഡ് വരുന്ന ഫണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫണ്ടുകളിലൊന്നും അത്രയും ലോക്കിൻ പീരീഡ് വരുന്നില്ല. പക്ഷേ ഇത്തരം ELSS ഫണ്ടുകൾ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളിൽ 3 ഇയറിൻ്റെ ഒരു ലോക്കിൻ പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ലോക്കിൻ പീരീഡ് കൂടി വരുന്നൊരു ഫണ്ടാണ് ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഫണ്ടിൽ ഞാൻ SIP ആയിട്ട് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. എല്ലാ മാസം ഒരു 2500 രൂപയാണ് ഞാൻ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും അതായത് നമുക്ക് അഡീഷണൽ ഫണ്ട് ഈ ഒരു ATCയിൽ നമുക്ക് ക്ലെയിമിന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അഡീഷണൽ പർച്ചേസ് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ 2 ഫണ്ടുകൾ നമ്മൾ നോക്കി, ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് നോക്കി, ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് നോക്കി. ഇനി അടുത്തായിട്ട് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി എക്സ്പോഷർ എൻ്റെ പോർട്ട്ഫോളിയോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടൊരു ഫണ്ടാണ് ഈ ഒരു പരാഗ് പാരിക്കിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. വളരെ മുന്നേ ഞാൻ ഈ ഒരു മ്യൂച്വൽ ഫണ്ടൊക്കെ പറ്റി സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഈ ഒരു ഫണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് 90,000 റുപ്പീസാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ഇപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.44 ലാഖാണ്. വളരെ നല്ലൊരു റിട്ടേൺ തന്നെ തന്നിട്ടുള്ള ഒരു ഫണ്ടാണ്. നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് ഇതുവരെയായിട്ട് നടന്നിട്ടുള്ള നല്ല റിട്ടേണും ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തില്ല. വളരെ നല്ലൊരു ഫണ്ട് തന്നെയാണ് പരാഗ് പാരിക്കിൻ്റെ ഈ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പേര് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്നുള്ള പേര് ഇപ്പോൾ മാറ്റിയതാണ്. മുന്നേ പരാഗ് പാരിക് ലോങ് ടൈം ഇക്വിറ്റി ഫണ്ട് എന്നായിരുന്നു പേര്. ഇപ്പോൾ പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് മാറ്റിയിട്ടുണ്ട് പുതിയ റൂൾ വന്നതിന് ശേഷം. ഇനി എന്തുകൊണ്ട് ഈ ഒരു ഫണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട ഫണ്ടുകളിലൊക്കെ സ്റ്റോക്കുകളിൽ ഇന്ത്യൻ സ്റ്റോക്കുകളിലാണ് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഫണ്ട്, ഈ ഒരു പരാഗ് പാരിക്കിൻ്റെ ഫണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫണ്ടിൽ 65% ഇന്ത്യൻ സ്റ്റോക്കുകളിൽ നോക്കുകയാണെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ ഫണ്ടിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 65% വരുന്നത് ഇന്ത്യൻ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. നമ്മുടെ ഇന്ത്യൻ കമ്പനികളിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ ബാക്കി 30% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഈ ഫണ്ടിൻ്റെ 30% ബാക്കി, അതായത് ഫോറിൻ കമ്പനികൾ, അതായത് ഗൂഗിൾ, ആമസോൺ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഒക്കെ പോലുള്ള പുറത്തുള്ള വലിയ കമ്പനികൾ, ഗ്ലോബൽ ലീഡേഴ്സ് ആയിട്ടുള്ള കമ്പനികളിലാണ് ഇത്തരം കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാഗ് പാരിക്കിൻ്റെ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇന്ത്യൻ കമ്പനികളിൽ നമുക്കൊരു എക്സ്പോഷർ കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു നമ്മുടെ പോർട്ട്ഫോളിയോ 30% നമുക്കൊരു ഗ്ലോബൽ സ്റ്റോക്കുകളിൽ നമുക്കൊരു എക്സ്പോഷർ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 2 ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ഫണ്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഫണ്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. അതായത് ഈ ഫണ്ടുകൾക്ക് ഏത് ക്യാപ്പിൽ വരുന്ന സ്റ്റോക്കുകളും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം ഇതിൻ്റെ ഫണ്ട് മാനേജേഴ്സിന്. നമ്മൾ നേരത്തെ ബ്ലൂ ചിപ്പ് ഫണ്ടുകളിലേക്ക് നോക്കുകയാണ്. ഇപ്പോൾ ഒരു ബ്ലൂ ചിപ്പ് ഫണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അവരുടെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അത്തരം ഫണ്ട് മാനേജേഴ്സിനുണ്ട്. ഇനി ഈ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിലേക്ക് വരുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇത്തരം ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഇത്തരം ഫണ്ടുകളുടെ ഫണ്ട് മാനേജേഴ്സിന് വരുന്നില്ല. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി എവിടെയാണോ ഈ ഒരു ഫണ്ട് മാനേജർ കാണുന്നത്, അത്തരം സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് ഈ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഇത്തരം ഫണ്ട് മാനേജേഴ്സിന് ഉള്ളത് കൊണ്ട് തന്നെ മേ ബി നല്ലൊരു ഫണ്ട് മാനേജർ ആണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് നല്ല റിട്ടേൺ കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് ഇത്തരം ഫണ്ടുകളിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ നല്ലൊരു റിട്ടേൺ ഈ ഒരു ഫണ്ടിന് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എല്ലാ മാസവും 3000 രൂപയുടെ ഒരു SIP ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ ഈ ഒരു ഫണ്ടിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 3000 റുപ്പീസാണ് മന്ത്ലി ഞാൻ ഈ ഒരു SIP ആയിട്ട് തന്നെയാണ് ഈ ഒരു ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ഓൾമോസ്റ്റ്
ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 3000 റുപ്പീസിൻ്റെ ഒരു SIP ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ ഈ ഒരു ഫണ്ടിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ 3 ഫണ്ടുകൾ നോക്കി. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സുന്ദരം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഫണ്ടാണ്. സുന്ദരം റൂറൽ ആൻഡ് കൺസംഷൻ ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടാണ്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഫണ്ടാണ് ഈ ഒരു സുന്ദരത്തിൻ്റെ റൂറൽ ആൻഡ് കൺസംഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു റെഗുലർ ഫണ്ടായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ഫണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, റെഗുലറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെ റെഗുലർ ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു കമ്മീഷൻ ഇതിൻ്റെ ഏജൻറ്റിന് പോകും. അപ്പോൾ ഒരു ഏജൻറ്റ് ത്രൂ ആ സമയത്ത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഫണ്ടാണ് ഈ ഒരു സുന്ദരത്തിൻ്റെ ഈ ഒരു റൂറൽ ആൻഡ് കൺസംഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റെഗുലർ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഡയറക്റ്റായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് SIP ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഞാൻ മറ്റൊരു ഫണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ചൊരു ആ ഒരു നല്ല ബാക്കിയുള്ള ഫണ്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലൊരു പെർഫോമൻസ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി ഈ ഒരു ഫണ്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതൊരു തീമാറ്റിക് ഫണ്ടാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു സുന്ദര റൂറൽ ആൻഡ് കൺസംഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു തീം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു തീമാറ്റിക് ഫണ്ടാണ്. അപ്പോൾ എന്താണ് തീമാറ്റിക് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ തീം ഫോക്കസ് ചെയ്തിട്ട് ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ബാങ്കിങ് തീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിങ് തീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കൂടുതലും ബാങ്കിങ് സ്റ്റോക്കുകളിലായിരിക്കും. ഇനി അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാർമ തീം എന്ന് പറയുന്ന ഒരു ഫാർമ തീമിൽ വരുന്ന ഒരു ഫണ്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്നോളജി തീമിൽ വരുന്ന ഫണ്ടാണെന്നുണ്ടെങ്കിൽ, ഫാർമ തീമിൽ വരുന്ന ഫണ്ടുകൾ കൂടുതലും ആ ഒരു കമ്പനികളുമായിട്ട് മരുന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളായിട്ട് വരുന്ന കമ്പനികളായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇനി ടെക്നോളജി തീമിൽ വരുന്ന സമയത്ത് കൂടുതലും IT കമ്പനികളിലായിരിക്കും അത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടും ഒരു തീമാറ്റിക് ഫണ്ടാണ്, ഒരു തീം ബേസ്ഡ് ഫണ്ടാണ്. ഈ ഒരു ഫണ്ട് കൂടുതലായിട്ട് കൺസംഷൻ, നമുക്കറിയാം നമ്മൾ ആൾക്ക് കൺസ്യൂം ചെയ്യുന്ന കമ്പനികളായാലും എന്താണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, VBL, ബാറ്റ, V-Guard ഒക്കെ പോലുള്ള ഒരു കൺസ്യൂമർ നോൺ ഡ്യൂറബിൾ, കൺസ്യൂമർ ഡ്യൂറബിൾ എന്നൊക്കെ പറയുന്ന ഒരു തീം ബേസ്ഡ് ആയിട്ടൊരു ഫണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തീം ബേസ്ഡ് ഫണ്ടുകൾ ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു തീം ബേസ്ഡ് ഫണ്ടുകൾ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്ന ഫണ്ടുകളായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഒരു പെർട്ടിക്കുലർ തീം നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്കിപ്പം IT സെക്ടേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഫണ്ടുകളിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തീമാറ്റിക് ഫണ്ട്സ് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എൻ്റെ ഈ ഒരു കേസിൽ ഞാൻ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് മന്ത്ലി ഒരു 4000 റുപ്പീസാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 1,35,000, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 35,000-36,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഈ ഒരു മാർക്കറ്റ് റാലിയിലൊക്കെ പല ഫണ്ടുകളും കൊടുത്ത റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫണ്ട് കൊടുത്ത റിട്ടേൺ കുറവാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു ഫണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു 2017-18 സമയത്തായിരുന്നു ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 4000 റുപ്പീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു ഫണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫണ്ടിൽ 55% 55% ലാർജ് ക്യാപ്പിലാണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. 55% ലാർജ് ക്യാപ്പിലാണ്. ഇനി ബാക്കിയുള്ള പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ 31%, അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ 12% വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു റിസ്ക് കൂടുതലാണ്. കാരണം ബാക്കി നമ്മൾ ഏറ്റവും ഫസ്റ്റ് കണ്ടതിൽ 98% ലാർജ് ക്യാപ്പിൽ, പിന്നെ നോക്കി ലോങ് ടേം ഇക്വിറ്റി ഫണ്ടിൽ 84% ലാർജ് ക്യാപ്പിൽ. ഇതിലേക്ക് വരുന്ന സമയത്ത് 55% ആയിട്ട് ഈ ഒരു ഫണ്ടിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു റിസ്ക് കൂടുതലാണ് ഈ ഒരു ഫണ്ടിൽ. അതുപോലെ തന്നെ ഇതൊരു തീം ബേസ്ഡ് ഫണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്, പിന്നെ പെർഫോമൻസിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കറൻറ്റ്ലി ഈ ഒരു ഫണ്ടിൽ SIP സ്റ്റോപ്പ് ചെയ്തത്. ഫണ്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല, ഫണ്ട് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി നോക്കിയിട്ട് ഞാൻ സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 4ാമത്തെ ഒരു ഫണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫണ്ട്, അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ലാർജ് ക്യാപ്പ് എക്സ്പോഷർ കൂടുതലുള്ള ഫണ്ടുകൾ ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് 4 ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വലിയ കമ്പനികളിൽ ലാർജ് ക്യാപ്പ് എക്സ്പോഷർ വരുന്ന കമ്പനികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസിൻ്റെ തന്നെ അടുത്ത 2 ഫണ്ടുകളാണ് നോക്കാൻ പോകുന്നത്.
ആക്സിസിൻ്റെ മിഡ് ക്യാപ് ഫണ്ട്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ആക്സിസ് മിഡ് ക്യാപ്പിൻ്റെ പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ടുള്ള ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 50,000 ആണ്, 51,000 ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 65,000 എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട്, ഈ ഒരു പേര് നിങ്ങൾ കാണുന്ന ആക്സിസ് മിഡ് ക്യാപ് ഫണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ഫണ്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ടിൽ 64% ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ 25%, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ 4.3%. അപ്പോൾ നമ്മൾ നോക്കുക, ആദ്യം നമ്മൾ നോക്കി ഇക്വിറ്റി ഫണ്ട് ആയത് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടുകളിൽ 98% ലാർജ് ക്യാപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി സേഫർ സൈഡിൽ വരുന്ന ആക്സിസ് ഇക്വിറ്റി ഫണ്ടുകളിൽ കുറച്ചും കൂടി സേഫർ സൈഡിൽ വരുന്ന ഫണ്ടുകളാണ്. ഇനി മിഡ് ക്യാപ്പിലേക്ക് വരുന്ന സമയത്ത് ഇത് ഈ ഒരു ഫണ്ടിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലാണ്. അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന സ്റ്റോക്കുകളും അല്ല, എന്നാൽ ഏറ്റവും താഴെയുള്ള സ്റ്റോക്കുകളും അല്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ മീഡിയം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനി ഗ്രോ ചെയ്യാനുള്ള സ്പേസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫണ്ടുകളുടെ റിസ്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടുതലാണ്. നമ്മൾ ലാർജ് ക്യാപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതലാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ റിസ്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള ഒരു ചാൻസും ഇത്തരം മിഡ് ക്യാപ് ഫണ്ടുകൾക്കുണ്ട്. ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഹയർ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇത്തരം ഫണ്ടുകൾക്കുണ്ട്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു മിഡ് ക്യാപ് ഫണ്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇനി ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ താഴത്തോട്ട് വരികയാണെങ്കിൽ റീസെൻറ്റ് ട്രാൻസാക്ഷനിൽ നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, അതായത് ഇവിടെ SIP ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ ഡീറ്റെയിൽസൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് SIP ട്രാൻസാക്ഷൻ അല്ല ഇവിടെ നടത്തുന്നത്. അതിന് പകരം ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഞാനിവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ലിക്വിഡ് ഫണ്ട്, ഞാനിവിടെ നമ്മുടെ ലിക്വിഡ് ഫണ്ടിൽ നിന്നാണ് ഈ ഒരു മിഡ് ക്യാപ്പിലേക്കുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലിക്വിഡ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ ലിക്വിഡ് ഫണ്ടിൻ്റെ ആ ഒരു ഹോൾഡിങ്സിൽ നിന്നും എല്ലാ മാസവും ഒരു 3000 രൂപ ഞാൻ ഈ ഒരു മിഡ് ക്യാപ്പിലേക്ക് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, നമ്മൾ നേരത്തെ SIPനെ പറ്റിയിട്ടാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇതാണ്, നമ്മളെ ഒരു യൂസ് കേസ് വരുന്നത് ലിക്വിഡ് ഫണ്ടിൻ്റെ. ഞാൻ നമ്മുടെ മിഡ് ക്യാപ്പിലേക്ക് 3000 രൂപയുടെ എമൗണ്ട് എല്ലാ മാസവും ഒരു STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ അവിടെ നോക്കിയപ്പോൾ വേറെ ട്രാൻസാക്ഷൻസും ഡീറ്റെയിൽസും ഒന്നും കാണിക്കാത്തത്. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത ഫണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കുക, ആ ഒരു ഫണ്ടിലേക്കും ഞാനിവിടെ ഒരു STP ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2000 രൂപയുടെ സ്മോൾ ക്യാപ്പിലേക്ക് 2000 രൂപയുടെ ഒരു STP ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഫണ്ടിൻ്റെ കേസ്, അതായത് നമ്മുടെ ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടിൽ 3000 രൂപ ഞാൻ STP വഴി ലിക്വിഡ് ഫണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽസുമായി ഇനി അടുത്തതായിട്ട് ഏറ്റവും ഹൈ റിസ്ക്, മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫണ്ടാണ് സ്മോൾ ക്യാപ് ഫണ്ട്. സ്മോൾ ക്യാപ് ഇതിൽ വരുന്ന ഫണ്ടുകളാണ് ഏറ്റവും ഒരു ഹയർ സൈഡ് റിസ്ക് വരുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരിലുള്ളത് പോലെ തന്നെ ഈ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് സ്മോൾ ക്യാപ് ഫണ്ടുകളാണ്. അതായത് ഏറ്റവും ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ഉള്ള ഇനി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കമ്പനികളാണ്. ഓക്കെ, അപ്പോൾ മേ ബി ഈ ഒരു കമ്പനികൾ ഗ്രോ ചെയ്യാം, നമുക്കറിയാം മേ ബി നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവാം, അല്ല ചില കേസുകളിൽ അത് ഗ്രോ ചെയ്യാതെ പോവാം. അപ്പോൾ അത്തരം കമ്പനികൾ, റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനികളാണ് ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനികളിൽ വരുന്നത്. ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലും ചെറിയ ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് ഇത്തരം സ്മോൾ ക്യാപ് സെക്ടർ കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ നമ്മൾ സെക്ടറിൽ ഈ ഒരു പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക 75% ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലാണ്. അപ്പോൾ നേരത്തെ മിഡ് ക്യാപ്പിൽ 65% മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടെ 75% പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലാണ്. ബാക്കി ഒരു 18% മിഡ് ക്യാപ് സ്റ്റോക്കിലും പിന്നെ കുറച്ച് ഡെറ്റിലായിട്ടാണ് ഇത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 63,000 ഞാൻ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എനിക്ക് വളരെ നല്ലൊരു റിട്ടേൺ ഈ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഈ ഒരു മാർക്കറ്റ് ക്രാഷിന് ശേഷം സ്മോൾ ക്യാപ് സെക്ടേഴ്സിൽ വളരെ നല്ലൊരു റാലി നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഒരു ക്രാഷൊക്കെ നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ക്രാഷ് സെൽ ഓഫ് നടക്കുന്ന ഒരു സെക്ടറാണ്, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് സ്റ്റോക്സ് ആണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ. അപ്പോൾ മാർക്കറ്റ് ഫോളോ ആവുന്ന സമയത്ത്
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മിഡ് ക്യാപ്പിനേക്കാളും ലാർജ് ക്യാപ്പിനേക്കാളും ഫോൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരം ഫണ്ടുകളായിരിക്കും. സ്മോൾ ക്യാപ്പ് ഫണ്ടുകളായിരിക്കും ലോസ് ഉണ്ടായിട്ടുണ്ടാവുക. എന്നാൽ സ്മോൾ ക്യാപ്പിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കമ്പനികളാണ്, ഇനി മേ ബി ഇത് വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് നേടാനുള്ളൊരു പൊട്ടൻഷ്യൽ അവിടെയുണ്ട്. അപ്പോൾ ആ സമയത്ത് വളരെ നല്ലൊരു റിട്ടേൺ മേ ബി ഒരു 20% നമുക്കൊരു ആനുവൽ ഗ്രോത്ത് നൽകാൻ അല്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്ത് തരാൻ വേണ്ടി ഇത്തരം ഫണ്ടുകൾക്ക് അതിൻ്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഈ ഒരു ഫണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഫണ്ടിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ 15,000 ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ഫണ്ടിലേക്ക് STP നേരത്തെ കാണിച്ചു 2000 രൂപയുടെ ഒരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടിൽ ഇപ്പം നമുക്ക് STP നേരത്തെ ആക്സിസ് ബ്ലൂ ചിപ്പ് ആക്സിസ് മിഡ് ക്യാപ്പ് ഫണ്ടിലും ആക്സിസ് സ്മോൾ ക്യാപ്പിൽ ഞാൻ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സുന്ദരത്തിൻ്റെ ഞാൻ പറഞ്ഞ ഈ സുന്ദരത്തിൽ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ മറ്റൊരു ഫണ്ടിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുള്ളത് ICICIയുടെ ഒരു ഫണ്ടിലേക്കാണ്. ഇപ്പോൾ ആ ഒരു ഫണ്ടിൽ ഓൾമോസ്റ്റ് ഞാൻ അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 30,000-40,000 മറ്റോ ആണ് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ ലോഗിൻ എന്തോ ഇഷ്യൂ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. അപ്പോൾ ഇത്രയും ഫണ്ടുകളാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ആയി മാറിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് വന്ന സമയത്ത് കുറച്ച് ടൈം കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.